പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിലെ ആലങ്ങാട് പഞ്ചായത്തിൽ വീട് കയറിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. റോഡ് ഷോ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ റോഡ് ഷോ ആരംഭിച്ചതാണ്. ഇവിടെയുണ്ട്, അതായത് ഇവിടെ വോട്ടർമാരെ നേരിൽ കാണുന്നു, അവരുടെ അനുഗ്രഹം തേടുന്നു, അവരോട് ആശയവിനിമയം നടത്തുന്നു. നമുക്കറിയാം, വീടുകളിലൊക്കെ കയറി നേരിട്ട് വോട്ടർമാരെ കാണുന്നു എന്നതാണ്. അദ്ദേഹം വോട്ടർമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള മിക്ക വീടുകളിലുമൊക്കെ രാവിലെ മുതൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ് അദ്ദേഹം. കഴിഞ്ഞ 5 വർഷം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെയുള്ള വോട്ടർമാരോടൊക്കെ ആശയവിനിമയം നടത്തും. നമുക്ക് അദ്ദേഹത്തോട് തന്നെ, ഇത് വളരെ കുറഞ്ഞ സമയമുള്ളല്ലോ, അപ്പോൾ അതൊരു എന്തെങ്കിലും നിലയ്ക്ക്, അതായത് വളരെ നമുക്ക് അങ്ങോട്ട് നടക്കാം. പിന്നെ എല്ലാ ദിവസവും മണ്ഡലത്തിൽ തന്നെ ഈ മന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾക്ക് ഒപ്പം മണ്ഡലത്തിൽ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് ഉള്ള സമയം പരമാവധി നന്നായി വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമയത്തെക്കുറിച്ചുള്ള ടെൻഷനൊന്നും നമുക്കില്ല. ഇതിന്റെ കഴിഞ്ഞ തവണ 12-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു, 6-ാം തീയതി ഇലക്ഷൻ നടന്നു. ഇത്തവണ 15-ാം തീയതി നോട്ടിഫിക്കേഷൻ, 9-ാം തീയതി ഇലക്ഷൻ. അപ്പോൾ അന്നത്തെ 3 ദിവസം വൈകി നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതിൽ ഇത്തവണ ഈസ്റ്റർ, ദുഃഖവെള്ളി, പെസഹ ഇതെല്ലാം ഇതിനിടയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ ദിവസങ്ങളാണ്, പക്ഷെ അത് ആ ദിവസങ്ങൾ മതിയാകും ജനങ്ങളിലേക്ക് എത്തുമ്പോഴതിനും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നുകൊണ്ട് ആ സമയത്തെക്കുറിച്ചുള്ള ടെൻഷൻ ഇല്ല. എപ്പോഴും ഇവിടെ തന്നെ ഉള്ളതായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉത്കണ്ഠയില്ല. വ്യവസായ നിയമമന്ത്രി എന്നൊക്കെയുള്ള നിലയിലേ ഇപ്പോൾ നമ്മൾ വോട്ടർമാരുടെ മുന്നിൽ, അത് ഇവിടെ മാത്രമല്ല സംസ്ഥാനത്ത് മുഴുവൻ വോട്ടർമാരുടെ മുൻപിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് വോട്ടർമാരുടെ മുമ്പിൽ വെക്കാൻ പറ്റുക? നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായിട്ട് അവർ ഏർപ്പിച്ച വിശ്വാസം, അതിനനുസരിച്ച് പരമാവധി പരിമിതികൾക്കകത്ത് നിന്ന് ഉയർന്നു പ്രവർത്തിക്കാനായി ശ്രമിച്ചു. ജനങ്ങൾ തെരഞ്ഞെടുത്ത് MLA ആക്കിയതുകൊണ്ടാണ് മന്ത്രിയാകാൻ കഴിഞ്ഞത്. മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ വ്യവസായ മേഖലയെ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ ഒന്നാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട്. അതേപോലെ തന്നെ മണ്ഡലത്തിൽ ഒപ്പം എന്നതാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ച ഒരു രീതി. എല്ലാ വിഭാഗത്തെയും ഒപ്പം ചേർത്തിട്ടുള്ള പദ്ധതി. അതിലേറ്റവും സന്തോഷമുള്ളത് ഒപ്പം മെഡിക്കൽ ക്യാമ്പാണ്. 40,000-ഓളം ആളുകൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പ്. അവർക്ക് ആവശ്യമായ ഫോളോ അപ്പ്, സർജറികൾ, കണ്ണട, അതുപോലെ തന്നെ മുട്ടുമാറ്റിവയ്ക്കൽ, ബൈപ്പാസ്, ഇങ്ങനെയുള്ള എല്ലാ ഫോളോ അപ്പ് കാര്യങ്ങളും അർഹരായവർക്കെല്ലാം സൗജന്യമായി തന്നെ നൽകാനായിട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ്, ക്യാൻസർ സെന്ററിന്റെ പൂർത്തീകരണം, ജുഡീഷ്യൽ സിറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത്, കാർഷിക മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അംഗനവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഗുണപരമായിട്ടുള്ള ഇടപെടലുകൾ, സ്കില്ലിംഗ് നടത്തിയിട്ട്, അപ്പോൾ എല്ലാ മേഖലയും ഒപ്പം എന്ന ഒരു സ്പെഷ്യൽ ഭവന പദ്ധതി ഉണ്ടായിരുന്നു. അതെ, സ്നേഹവീട് എന്നുള്ള ഭവന പദ്ധതിയുണ്ട്. അത് ഏകദേശം 20 നമ്മൾ പ്രഖ്യാപിച്ചത്. പക്ഷേ 24 വീടുകളിലേക്ക് നമുക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ 15 എണ്ണത്തിന്റെ താക്കോല് കൈമാറി, 9 എണ്ണത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ജനങ്ങളിൽ നല്ല രീതിയിലുള്ള പിന്തുണ ലഭിച്ചിട്ടുള്ള പദ്ധതികളാണ്. 3ാം പിണറായി സർക്കാർ എന്നതാണല്ലോ, അപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം പറയുന്ന വിമർശനങ്ങളുണ്ട്. അതിനെപ്പറ്റി എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം? അല്ല, കഴിഞ്ഞ തുടർച്ച ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിന് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോൾ വ്യവസായ മേഖല തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നത് മാറ്റങ്ങൾ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇതിന്റെ ഗുണം പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ ഇതിനും ഒരു തുടർച്ചയുണ്ടാകണം. ഇപ്പോൾ നിക്ഷേപങ്ങൾ വരുന്നു, തൊഴിലവസരം സൃഷ്ടിക്കുന്നു, ആളുകൾക്കിടയിൽ ആത്മവിശ്വാസം വന്നു. മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ജുഡീഷ്യൽ സിറ്റി പോലെ പദ്ധതികൾ, അതുപോലെ തന്നെ സയൻസ് സിറ്റി, പുതിയ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ പൂർത്തീകരണം വേണമെങ്കിൽ അതിന് നമുക്ക് ഒരു തുടർച്ച അനിവാര്യമായിട്ടുള്ള മുന്നുപാധിയാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ പദ്ധതികളുണ്ട്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. അപ്പോൾ ആ തുടർച്ച എന്നുള്ളത് ഇവിടെയും വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമായ ഒരു മുന്നുപാധിയാണെന്നാണ് കണക്കാക്കുന്നത്. ചൂടൊക്കെ ഉണ്ട്, രാവിലെ ഊർജ്ജമൊക്കെ സംഭരിച്ചല്ലോ, എല്ലാ ദിവസവും രാവിലെ ഇവിടെ തന്നെ ഇറങ്ങുന്നതാണല്ലോ. ഉഷാറ്.